everyone, hope you all are doing well. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമേരിക്കൻ പോയട്രിയിലെ ബ്ലോക്ക് 5-ലുള്ള വെലേസ് സ്റ്റീവൻസിൻ്റെ അനക്ഡോട്ട് ഓഫ് ദി ജാർ എന്നുള്ള ഒരു പോയമാണ്. 1879 അമേരിക്കയിലാണ് വെലേസ് സ്റ്റീവൻസ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടുതൽ ആഴത്തിലുള്ളതും അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം ഡെപ്തുള്ള രീതിയിലുള്ള പോയംസാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പോയമും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പോയംസിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ പോയംസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയമായിട്ടുള്ള അനക്ഡോട്ട് ഓഫ് ദി ജാർ എന്നുള്ള ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. സോ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. സോ ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുപ്പി, ഒരു ജാറ് പ്രകൃതിയിൽ വെക്കുന്ന സമയത്ത്, ഒരു മലമുകളിൽ വെക്കുന്ന സമയത്ത് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജാറ് ഒരു കാടിൻ്റെ മുകളിലുള്ള മലമുകളിൽ വെക്കുകയാണ്. ആ സമയത്ത് ആ ജാറ് വെക്കുന്നതോടുകൂടി തന്നെ ആ പ്രകൃതിയുടെ ചുറ്റുവട്ടത്തിലുള്ള ചുറ്റുപാട് മാറുകയാണ്. സോ അതിൻ്റെ വരവോടുകൂടി തന്നെ, ആ ഒരു ജാറ് വെക്കുന്നതോടുകൂടി തന്നെ ആ ഒരു കാടിന് ഒരു ഓർഡർ ഉണ്ടാവുകയാണ്. അല്ലാതെ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കിടന്നിട്ടുള്ള ആ ഒരു കാട് ആ ഒരു ജാറ് വെക്കുന്നതോടുകൂടി, ആ ഒരു മലമുകളിൽ ഒരു ജാറ് കൊണ്ട് വെക്കുന്നതോടുകൂടി ആ ഒരു കാടിനൊക്കെ ഒരു ഓർഡർ വരികയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് കവിതയുടെ ആശയം എന്ന് പറയുന്നത്, ഒരു മനുഷ്യവസ്തു, ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു വസ്തു പ്രകൃതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വൃത്താകൃതിയിലുള്ള ഒരു ജാറ് ഒരു മലമുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുവരെ ഒരു ഓർഡർ ഇല്ലാത്ത കാടുകളും ചെടികളൊക്കെ, യാതൊരു തരത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കിടന്നിട്ടുള്ള കാടുകളൊക്കെ ആ ഒരു ജാറ് വെച്ചതോടുകൂടി തന്നെ ആ ഒരു ജാറിൻ്റെ ചുറ്റിലും വ്യാപിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് പോയിട്ട് പറയാണ്, ആ ഒരു കാടുകളൊക്കെ ആ ഒരു ജാറിൻ്റെ മുകളിലൂടെ വളരുന്നതായിട്ട് പോയിട്ടിന് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വിഷ്വൽ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു കാട്, ഒരു വലിയ രീതിയിലുള്ള ഒരു കാടാണ്. അതിൻ്റെ മുകളിലൂടെ ഒരു കുന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ജാറ് വെക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും, കാടുകളും ആ ചില്ലകളൊക്കെ ആ മരത്തിനോട്, ആ ഒരു മലയോട് കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്മളൊരു ജാറ്, ഒരു പാത്രം, ഒരു ജാറ് നമ്മൾ ആ ഒരു മലമുകളിൽ വെക്കുന്നതോടുകൂടി ചിലപ്പോൾ നമുക്ക് ആ ഒരു ചെടികളൊക്കെ ആ ഒരു ജാറിൻ്റെ മുകളിൽ നിന്ന് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ എന്നിട്ട് പോയിട്ട് പറയാണ്, ആ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഡിസ്ട്രാക്റ്റഡ് അല്ല, അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു ഘടന ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. ആ ഒരു ഫോറസ്റ്റിനും ചെടികൾക്കൊക്കെ ഒരു ഓർഡർ, ഒരു ക്രമം വന്നതുപോലെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്ന് പോയിട്ട് പറയുന്നു. എന്നിട്ട് പോയിട്ട് ആ ഒരു ജാറിനെ കുറിച്ച് പറയാണ്. ആ ഒരു ജാറ് എന്ന് പറയുന്നത് വളരെ ഉയരമുള്ള ഒരു ജാറാണ്. ആളുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് ആ ഒരു ജാറിൻ്റെ ഘടന എന്ന് പറയുന്നത്. ആ ഒരു ജാറ് എന്ന് പറയുന്നത് ആ ഒരു ചുറ്റുപാടുമുള്ള ഫോറസ്റ്റിന് വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്നാണ് റിലേറ്റഡ്, ആ ഒരു ചുറ്റുപാടിനെ ആകർഷിക്കുന്നുണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. ആ ഒരു കുപ്പിക്ക് എന്ത് നിറമാണുള്ളത്, ചാരനിറത്തിലാണ്. ആ ഒരു ചാരനിറത്തിൽ വലിയ രീതിയിലുള്ള അലങ്കാരങ്ങളൊന്നും ആ ഒരു ജാറിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ആ ഒരു ജാറിന് ചാരനിറത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് പറയാണ്, പക്ഷികളെ പോലെയും അതുപോലെ തന്നെ ചെടികളെ പോലെയും ഒന്നും എന്തില്ല, ആ ഒരു ജാറിന് ജീവനില്ല. ഓക്കെ, എന്നാലും ആ ഒരു സ്ഥലത്തിലുള്ള മറ്റെന്തിനേക്കാളും ഉപരി ഈ ഒരു ജാറ് എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്.
സോ ഈ ഒരു പോയിറ്റിൽ ഈ ഒരു ജാറ് അതുപോലെ തന്നെ ഈ ഒരു ഇമാജിനേഷൻ കൊണ്ട് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളൊക്കെ എന്താണ് പ്രകൃതിയെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പോയിട്ട് പറയുന്നത്. ഒരു ജാറ് എന്താണ് മലൻ്റെ മുകളിലുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സമയത്ത് ആ ഒരു പ്രകൃതിക്ക് എന്താണ് ഒരു ഓർഡർ ഉണ്ടാവുകയാണ്. ആ ഒരു പ്രകൃതിയിലെ ഒരു മാറ്റം, ഒരു ചെറിയൊരു ജാറ് വെക്കുന്നത്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ജാറ് വെക്കുന്നതോടുകൂടി തന്നെ ആ ഒരു പ്രകൃതിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പോയിട്ട് പറയാണ് പ്രകൃതി എന്താണ് സ്വതന്ത്രമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ എന്താണ് മനുഷ്യൻ അതിൽ ഇടപെടുമ്പോൾ എന്താണ് പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പ്രകൃതിയിൽ മനുഷ്യൻ്റെ ഇടപെടലും മൂലം വളരെയധികം നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടാണ് പോയിട്ട് നമുക്ക് ഈ ഒരു ഇമാജിനേഷനിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു മാറ്റങ്ങളിലൂടെ തന്നെ എന്താണ് നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഇതിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പോയിട്ട് നമ്മളോട് ഈ ഒരു പോയത്തിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബ്ലോഗ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.